പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ സ്വാധീനിക്കാൻ BJP ശ്രമിച്ചെന്ന ആരോപണം ഇന്നലെ നമ്മൾ കേട്ടിരുന്നു. പക്ഷേ ഇപ്പോഴിതാ കോൺഗ്രസിനിട്ട് ഒരു പണി. എറണാകുളത്തെ മരട് നഗരസഭയിൽ 2020-ക്ക് വേണ്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ പിന്തിരിപ്പിക്കാൻ ഫോൺ വിളിച്ചത് സാക്ഷാൽ VD സതീശൻ തന്നെ. മരട് ആശുപത്രി വാർഡിൽ മത്സരിക്കുന്ന മാനുവൽ വേട്ടാപ്പറമ്പിലിനോടാണ് പ്രതിപക്ഷ നേതാവ് പിന്മാറണമെന്ന് അഭ്യർത്ഥിക്കുന്നത്. എല്ലാ സഹായവും ചെയ്യാമെന്നും VD സതീശൻ വാഗ്ദാനം ചെയ്യുന്ന ശബ്ദ സന്ദേശം ഈ സ്ഥാനാർത്ഥി തന്നെ പുറത്തുവിട്ടു. ഹലോ ഹലോ, മനോലല്ലേ? അതെ, മനോലെ, ഞാൻ VD സതീശനാണ്. സാർ പറയും. നമസ്കാരം. മാനുവൽ എന്താ ഇങ്ങനെ? മാനുവൽ നമ്മുടെ കൂടെ നിൽക്കണം, കോൺഗ്രസിന്റെ കൂടെ. അങ്ങനെ വേറെ തീരുമാനം ഒന്നും എടുക്കരുത്. ഞാൻ സംഘടനാപരമായിട്ട് അവിടെ നമുക്കത് പറഞ്ഞ് അറേഞ്ച് ചെയ്ത് തരാം. പാർട്ടിക്കകത്ത് നിൽക്കണം മാനുവൽ, നമ്മളൊക്കെ പറയണല്ലേ. അങ്ങനെ പോകല്ലേ? മാനുവൽ ബേസിക്കലായിട്ട് ഒരു കോൺഗ്രസ്സുകാരനല്ലേ, അല്ലേ? എനിക്കറിയാം അവിടുത്തെ ചെറിയ വിഷയമൊക്കെ, അതൊക്കെ ഞാൻ പരിഹരിച്ചു തരാം. പാർട്ടിക്കകത്ത് നിൽക്കണം, സംഘടനാപരമായിട്ട് നിൽക്കാൻ വേണ്ടിയുള്ള സംവിധാനമൊക്കെ ഞാൻ ഉണ്ടാക്കി തരാം. എടാ, ഞാൻ സീരിയസ് ആയിട്ട് പറയാം, ഞാൻ നോക്കിക്കോളാം പേഴ്സണലായിട്ട്. എനിക്ക് അറിയാവുന്നല്ലേ, അല്ല ഫാദറിനൊക്കെ അറിയാവുന്നല്ലേ. എടാ, ഞാൻ പൂർണ്ണമായിട്ട് പ്രൊട്ടക്ട് ചെയ്തോളാം. ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് നമ്മൾ തമ്മിലൊന്ന് കാണുകയും ചെയ്യാം. സംഘടനാപരമായിട്ട് ഞാനവിടെ നിർത്തിക്കോളാം, ആര് എതിർത്താലും നിർത്തിക്കോളാം. എടാ, എല്ലാ സഹായവും ചെയ്തു തരാം. ഇത് ചെയ്യരുത്, മത്സരിക്കൊന്നും ചെയ്യരുത്. എടാ, കേക്കണ്ട, തീരുമാനം എടുക്കരുത് അങ്ങനെ. എടാ, എന്റെ ഒരു റിക്വസ്റ്റ് ആണ്. ഞാൻ അങ്ങനെ ഒരു ബ്രദർ പറയുന്ന പോലെ കരുതണം. ഒന്നുകൂടെ ആലോചിക്കണം കേട്ടാ. ശരി ശരി ശരി. കഴിഞ്ഞ തിങ്കളാഴ്ച അദ്ദേഹം രാവിലെ ഒരു 9 മണിയായപ്പോൾ എന്നെ കോൾ ചെയ്യാണ് ഉണ്ടായത്. വിളിച്ചിട്ട് മറ്റേ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി എന്നോട് പിന്മാറി കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ഞാൻ വേറെ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല. ഞാൻ ശരി എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്ന്, പിന്നെ എന്നെ സംരക്ഷിച്ചോളാം, ഇത് കഴിയുമ്പോൾ ഇലക്ഷൻ കഴിയുമ്പോൾ ഞാൻ പുള്ളിക്കാരൻ പൂർണ്ണമായിട്ടും എന്നെ ഏറ്റെടുത്തോളാം എന്നൊക്കെയുള്ള ഒരു ഓഫറൊക്കെയാണ് എനിക്ക് നൽകിയത്. അത് ആ ക്ലിപ്പിങ്ങിലുണ്ട്. 2020-യുടെ ഞങ്ങളുടെ വൈസ് പ്രസിഡന്റിനോട് സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം ഇത് ജനങ്ങൾ അറിയട്ടെ എന്നുള്ളൊരു തീരുമാനം എടുത്തതും ഞങ്ങളത് പുറത്ത് വിടുകയും ചെയ്തത്. എന്തായാലും ഇവിടെ അഭ്യർത്ഥനയുടെ സ്വരമാണ് കേട്ടത്. കഴിഞ്ഞ ദിവസം നമ്മൾ പാലക്കാട് നിന്ന് കേട്ടത് കൊന്നുകളയും തട്ടിക്കളയും എന്നൊക്കെയായിരുന്നു. അതല്ല ഇവിടെ സംഭവിച്ചത്. എറണാകുളത്ത് പലയിടങ്ങളിലും UDF-നും LDF-നും വലിയ വെല്ലുവിളി തന്നെയാണ് 2020 എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ സാഹചര്യത്തിലാണ് ഇത്തരം ഇടപെടലുകൾ ഉണ്ടാവുകയും ചെയ്യുന്നത്. പ്രദീപ് ജോസഫ് അതിനെക്കുറിച്ച് പറയും. തെരഞ്ഞെടുപ്പ് ചൂട് കത്തിക്കേറുമ്പോൾ വിമതരായി രംഗത്ത് വന്നിരിക്കുന്ന, അല്ലെങ്കിൽ മുൻപ് തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന എന്നാൽ ഇപ്പോൾ തെന്നി മാറി നിൽക്കുന്ന സ്ഥാനാർത്ഥികളെയും പ്രവർത്തകരെയും ഒക്കെ തിരികെ കൊണ്ടുവരാൻ രാഷ്ട്രീയ പാർട്ടികൾ പല തരത്തിലുള്ള തന്ത്രങ്ങൾ പ്രയോഗിക്കാറുണ്ട്. ചിലപ്പോഴത് സമ്മർദ്ദമാകാം, ഭീഷണിയാകാം, സ്വാധീനമാകാം. ഇവിടെ അതൊന്നുമല്ല, മറിച്ച് സഹോദരതുല്യമായ ഒരു അഭ്യർത്ഥന ആയി പരിഗണിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാനുവൽ മാത്യൂസിനോട് സംസാരിക്കുന്നത്. മാനുവൽ മാത്യൂസിൻ്റേത് പാരമ്പര്യമായി ഒരു കോൺഗ്രസ് കുടുംബമായിരുന്നു. കഴിഞ്ഞ 30 വർഷക്കാലം കോൺഗ്രസിനൊപ്പം നിൽക്കുന്നവരാണ്. എന്നാലൊരു 10 വർഷത്തോളമായി മാനുവൽ പാർട്ടിയുമായി തെന്നി നിൽക്കുകയാണ്. ഇതിനിടെയാണ് മരട് ആശുപത്രി വാർഡിൽ നിന്ന് 2020-യുടെ സ്ഥാനാർത്ഥിയായത്. പരിചിതരായ ആളുകൾ തമ്മിൽ സംസാരിക്കുന്ന പോലെ തന്നെയാണ് സംഭാഷണം. മാനുവൽ അധികമൊന്നും മറുപടി പറയുന്നില്ല. അതേസമയം 2020-യുടെ സ്ഥാനാർത്ഥിയായാണ് മാനുവൽ മാത്യൂസ് ഇപ്പോൾ മത്സരിക്കുന്നത്. ഇത്തരമൊരു ടെലിഫോൺ സംഭാഷണം നടന്നു കഴിഞ്ഞപ്പോൾ ആ ടെലിഫോൺ സംഭാഷണം പുറത്തുവിടാൻ തന്നെ 2020 തീരുമാനിച്ചു. മത്സരിക്കാനുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് മാനുവൽ മാത്യൂസ് ഉള്ളത്. മറ്റ് പലയിടങ്ങളിലും വിമതരായ രംഗത്ത് വന്ന ചില സ്ഥാനാർത്ഥികൾ പിന്മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ ചില അടുത്ത നാളിൽ വരെ സ്വന്തം പാർട്ടിക്കൊപ്പം നിൽക്കുകയും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മറുകണ്ഠം ചാടുകയും ചെയ്ത സ്ഥാനാർത്ഥികൾ ഒക്കെയുണ്ട്. അവിടെയും അങ്ങനെ പലയിടത്തും ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് പൊഴിഞ്ഞുപോയ പ്രവർത്തകരെ തിരിച്ചു കൊണ്ടുവരാൻ നേതാക്കൾ പല വിധത്തിലുള്ള തന്ത്രങ്ങൾ പ്രയോഗിക്കാറുണ്ട്. അതിലൊന്നാണ് ശബ്ദരേഖയുടെ രൂപത്തിൽ ഇപ്പോൾ പുറത്തു വന്നതെന്ന് മാത്രം പറയാം.